ഹലോ! എല്ലാ സോളുകൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി ബ്ലോക്കേജിനെ കുറിച്ചിട്ടാണ്. മണി ബ്ലോക്കേജ് വരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? മണി ബ്ലോക്കേജ് മാറ്റിയെടുക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഉടനീളം എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് മണി ബ്ലോക്കേജ് എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെടാം, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം നിന്നു പോവാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ബിസിനസ് പൊട്ടിപ്പോവാം, നിങ്ങൾക്ക് ലോസ് വരാം. ഇങ്ങനെ ഒരുപാട് മണി ബ്ലോക്കേജ് നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലായിരിക്കുമ്പോൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഡിവൈൻ ഇത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ബ്ലോക്കേജ് നമ്മൾ മാറ്റിയെടുത്താൽ മാത്രമാണ് അബണ്ടൻസിന് നമ്മളിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ മണീനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ബിലീഫ്സ് ഉണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഈ ഒരു ബ്ലോക്കേജ് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുന്നത്. അപ്പം നമ്മൾ അതിൽ വർക്ക് ചെയ്യുക. മണി ബ്ലോക്കേജ് വരാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് മണി അവോയ്ഡൻസ് ആണ്. പല രീതിയിൽ നമ്മൾ പണത്തെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവാം. പണം വന്നാൽ ഞാൻ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവും, അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും, എൻ്റെ സ്വഭാവം മാറിപ്പോവും, അങ്ങനെ ഒക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. പിന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഇപ്പോൾ കുട്ടിക്കാലത്തിൽ അനുഭവിച്ചിട്ടുള്ള ദാരിദ്ര്യം, കഷ്ടപ്പാട്, പിന്നെ അച്ഛനമ്മമാരൊക്കെ ഒരുപാട് കടങ്ങളൊക്കെ വരുത്തി വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ വിധി എഴുതും, ഞാൻ പണത്തിന് അർഹനല്ല, ഭാഗ്യമില്ലാത്തവനാണ്, പണം കയ്യിൽ നിൽക്കില്ല, അങ്ങനെയൊക്കെ. പിന്നെ ഇങ്ങനെ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് മണി ബ്ലോക്ക് വരും. പിന്നെ നമ്മൾ നെഗറ്റീവായിട്ട് സെൽഫ് ടോക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അടുത്ത ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഈ ജോലി ചെയ്താൽ രക്ഷപ്പെടില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന അത്ര ഭാഗ്യം ഒന്നും എനിക്കുണ്ടാവില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് എനിക്ക് എത്താൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നതും മണി ബ്ലോക്കേജ് കൊണ്ടുവരുന്ന ഒരു പ്രധാന കാരണമാണ്. 3, പിന്നെ ചില മനുഷ്യർ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണക്കാരെല്ലാം ഡിസ്ഹോണസ്റ്റ് ആണെന്നുള്ളതാണ്. പണക്കാരായിട്ടുള്ളവരെല്ലാം സത്യസന്ധതയില്ലാത്തവരാണ്, മറ്റുള്ളവരോട് ദയയില്ലാത്തവരാണ്, കരുണയില്ലാത്തവരാണ്, അവരവരുടെ കാര്യം മാത്രം നോക്കുന്നവരാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ പണത്തിന് കൊടുക്കുന്നതും നെഗറ്റീവായിട്ടുള്ള എനർജിയാണ്. അതുകൊണ്ട് നമുക്ക് മണി ബ്ലോക്കേജ് വരാനായിട്ടുള്ള ഒരു കാരണമാണ്. 4, ലാക്ക് ഓഫ് ബിലീഫ്. ഞാൻ പണം നേടാൻ അർഹനല്ല, ഭാഗ്യമില്ലാത്തവനാണ് എന്നുള്ള തെറ്റായ ബിലീഫ്. 5, ഏണിങ് മണി ഈസ് ഹാർഡ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ആ ഒരു ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിലല്ല, നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനം കിട്ടിയില്ല, പ്രോഫിറ്റ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ പിന്നെ അടുത്തൊരു ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ മുൻകൂട്ടി വിധി എഴുതും, അന്ന് പോയിട്ട് കാര്യമില്ല, അന്ന് ചെയ്തിട്ട് അത് ശരിയായില്ലല്ലോ, ഇതും ഇങ്ങനെ തന്നെ കുളമായി പോവും, അല്ലെങ്കിൽ എനിക്ക് ലോസ് ഉണ്ടാവും എന്നിങ്ങനെ ചിന്തിക്കുന്നതും നിങ്ങൾക്ക് മണി ബ്ലോക്കേജ് കൊണ്ടുവരാനായിട്ടുള്ള കാരണമാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നൊരു കാര്യം, നമ്മളെപ്പോഴും പണത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് അന്നേരം പണത്തിലേക്കും യൂണിവേഴ്സിലേക്കും കൊടുക്കുന്നത്. പണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു കടമൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്കത് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ സാധിക്കുമോ, എൻ്റെ കയ്യിൽ പണം ഇല്ലല്ലോ, അങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് റെക്കോർഡാവും. നമ്മൾ യൂണിവേഴ്സിലേക്കും പണത്തിനും കൊടുക്കുന്നത് നെഗറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട മണി ബ്ലോക്കേജ് വരുന്നതിനുള്ള കാരണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, എന്താണോ നമ്മുടെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം അത് മാറ്റിയിട്ട് നമ്മൾ പുതിയൊരു ബിലീഫ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മണി ബ്ലോക്കേജ് മാറ്റാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജോലി, പിന്നെ പണം ഏൺ ചെയ്യുക എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചക്ര നമ്മുടെ റൂട്ട് ചക്രയാണ്, നമ്മുടെ വേരെന്ന് പറഞ്ഞാൽ റൂട്ട് ചക്രയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, റൂട്ട് ചക്ര അഫർമേഷൻസ് പറയുക, റൂട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. ഇതൊക്കെ മണി ബ്ലോക്കേജ് മാറാനായിട്ട് നിങ്ങളെ ഒരുപാട് സഹായിക്കും. പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ടത് മണി അഫർമേഷൻസ് തുടർച്ചയായി പറയുക. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ സക്സസ് വിഷ്വലൈസ് ചെയ്യുക. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഗോൾ നേടാൻ വേണ്ടിയിട്ട്
മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അത് നേടിയെടുത്തു. ഇപ്പോൾ ഒരു ജോലി കിട്ടാൻ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അത് ഞാൻ നേടിയെടുത്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് മണി ബ്ലോക്കേജ് വളരെ പെട്ടെന്ന് മാറും. ഇനി അടുത്തായിട്ട് വരുന്നത് ജേണലിംഗ് ആണ്. നിങ്ങൾ ജേണൽ എഴുതുകയാണെങ്കിൽ മണി ബ്ലോക്കേജ് മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മുടെ വൈബ്രേഷൻ കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഹൈ വൈബ്രേഷനിലിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം പോസിറ്റീവാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മണി ബ്ലോക്കേജൊക്കെ വളരെ പെട്ടെന്ന് മാറാനായിട്ടുള്ളൊരു സഹായമാവും. ഇനി ഞാൻ പേഴ്സണലായിട്ട് ചെയ്തിട്ടുള്ള എനിക്ക് സക്സസ് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ നെഗറ്റീവായിട്ടുള്ള ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ കുഞ്ഞുനാളിൽ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ വളർന്ന ഒരാളായിരുന്നു. ഒരുപാട് ദാരിദ്ര്യത്തിലൊക്കെ ബുദ്ധിമുട്ടി വളർന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ളൊരു ചിന്ത, പണക്കാരെല്ലാം എന്നും പണക്കാരായിട്ട് തന്നെ ഇരിക്കും, പാവപ്പെട്ടവർ ഒരിക്കലും രക്ഷപ്പെടില്ല. ആ ഒരു ചിന്തയായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ആ ഒരു ബിലീഫ് എടുത്തു മാറ്റി. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് മണി അഫർമേഷൻ ചെയ്തു. ഞാൻ കുറച്ച് മണി അഫർമേഷൻസ് പറയാം. ഐ ആം റിച്ച്, ഐ ആം എ മണി മാഗ്നറ്റ്, മണി ഈസ് മൈ ഫ്രണ്ട്, താങ്ക് യു ഫോർ മൈ മണി, ഐ ആം ലിമിറ്റ്ലെസ്, ഐ സീ മണി എവരിവെയർ ഐ ഗോ, ദ യൂണിവേഴ്സ് ഈസ് സെൻഡിങ് മണി ടു മീ, മൈ വെൽത്ത് ഈസ് എവർ ഗ്രോവിങ്, ഐ ഹാവ് മോർ ദാൻ ഇനഫ് മണി, ഐ വെൽക്കം മണി ഇൻ ടു മൈ ലൈഫ്. ഇത് ഞാൻ 21 ഡേയ്സ് തുടർച്ചയായിട്ട് പറഞ്ഞപ്പം എനിക്ക് ഒരുപാട് മാറ്റം വന്നിരുന്നു എൻ്റെ മണി ബ്ലോക്കേജ് മാറാനായിട്ട്. പിന്നെ ഞാനിത് എഴുതുമായിരുന്നു. നമ്മൾ പേപ്പർ എടുത്തിട്ട് ഈ അഫർമേഷൻസൊക്കെ നമ്മൾ ഡെയിലി എഴുതുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ നെഗറ്റീവ് ബിലീഫ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എഴുതുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ഫോണിൽ നിങ്ങളുടെ ഓൺ വോയിസിൽ ഇതുപോലെ മണി അഫർമേഷൻസ് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പും രാത്രി കിടക്കുന്നതിന് മുമ്പും കേൾക്കുക. അങ്ങനെ ചെയ്യുന്നതും സബ് കോൺഷ്യസ് മൈൻഡ് ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് സഹായിക്കും. പിന്നെ നിങ്ങൾ ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നോക്കിയിരിക്കുന്നത്, കരിയർ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ജോബ് അഫർമേഷൻസ് പറയുക. അത് ഞാൻ പറയാം. ഐ ബിലീവ് in my talent, I deserve to be happy in my career, I am creating my dream career, I am achieving my career goals, I release the tendency to compare, I am perfectly qualified for my dream job. ഇതും നിങ്ങൾക്ക് എഴുതാം, അതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് മണി അഫർമേഷൻസും കരിയർ അഫർമേഷൻസും ഒക്കെ കിട്ടും. അപ്പം അത് നിങ്ങൾക്ക് ഏതാണോ യോജിച്ചത് അത് ഇതുപോലെ എഴുതുക, പിന്നെ റെക്കോർഡ് ചെയ്ത് വെച്ച് കേൾക്കുക, പറയുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ക്ലിയർ ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നെഗറ്റീവായിട്ട് പറയുന്നവരോട്, പണം സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് പണത്തിനോടുള്ള ആഗ്രഹം ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ടിൻ ഫ്ലെയിംസ് ആണ്, നമ്മളൊരു സോൾ മിഷൻ ഏറ്റെടുത്ത് വന്നിട്ടുള്ളവരാണ്. അപ്പം നമുക്ക് അറിയില്ല നമ്മുടെ സോൾ മിഷൻ എന്താണെന്നുള്ളത്. നമ്മൾ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കണമായിരിക്കും. ചിലപ്പം ചിലർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുന്നവരെ, രോഗികളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു സോൾ മിഷൻ ഏറ്റെടുത്ത് വന്നിട്ടുള്ളവരായിരിക്കും. അപ്പോൾ എന്തിനാണെങ്കിലും നമുക്ക് പണം വേണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പണം ആവശ്യമാണ്. അപ്പോൾ പണം നമ്മുടെ കയ്യിലേക്ക് വരാത്തത് നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി കൊണ്ടാണെങ്കിൽ നമ്മളത് മാറ്റി പരമാവധി എല്ലാവരെയും സഹായിക്കുക. അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. എനിക്കറിയാം ടിൻ ഫ്ലെയിം ജേണിയിൽ എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാന ബ്ലോക്കേജ് ആണ് ഇതെന്നുള്ളത്. പേഴ്സണലായിട്ട് ഞാനും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.